എടുത്തോടും. ഹീറോയിൻ കൂടെ ക്ലോസ് ആയി. ഹീറോയ്ക്ക് വേദനിച്ച് വയ്യായോ എനിക്ക് രാവിലെ ഹീറോ എനിക്ക് പറ്റില്ലായിരുന്നു. ജിന്നാണ് ചേട്ടൻ എന്ത് പറ്റി എനിക്ക് ബാത്റൂം പോകണം മാമ എന്ന് പറയട്ടെ. ജിന്ന പറഞ്ഞ ഹീറോയിനായിട്ട് ബാത്റൂം കൊണ്ടുപോയി ഡ്രസ്സ് മാമ പറഞ്ഞ ഹീറോയ്ക്ക് ഡ്രസ്സ് പറഞ്ഞ ഹീറോയ്ക്ക് എല്ലാ ഡ്രസ്സ് ഇന്നേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു. ഹീറോയ്ക്ക് വിഷമായിരുന്നു മാമ എന്ന് പറയായിരുന്നു. ഞാൻ ഡ്രസ്സും കൊടുത്തായിരുന്നു. ഇങ്ങനെ ബ്ലൗസ് സാരിയാണ്. സാരി ജിൻ പറയുന്നു നീ സാരി എടുക്കാൻ പോവാം. അതേ മമ്മ എന്ന് പറഞ്ഞു. ജിന്ന് സാരി എടുക്കാൻ ബ്ലൗസ് അതെല്ലാം കൊടുത്തായിരുന്നു. ജിന്ന് കറി അത് മാത്രമല്ല ജിൻ സാരി എടുക്കണം മമ്മ. ജിന്ന് പറയത്തുണ്ടെങ്കിൽ ശരി നീ ഇവിടെ ഇരുന്നോ നീ ഇപ്പോൾ വരാൻ പറഞ്ഞു. ജിന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ബാക്കി ആകുമ്പോൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ജിന്ന് വന്ന് ഹീറോയ്ക്ക് നല്ല ക്യൂട്ടായിട്ട് സാരി എടുപ്പിക്കുമായിരുന്നു. ജിന്നോട് കേൾക്കാറ് മമ്മ നിങ്ങൾക്ക് സാരി എടുക്കാൻ അറിയോ? എനിക്കറിയാം ഞാൻ പഠിച്ച് ഈ വീഡിയോ നോക്കി പഠിച്ച യൂട്യൂബ് നോക്കി ഹീറോയ്ക്ക് ഇരിക്കുമായിരുന്നു. അങ്ങനെ ജിന്ന് ഹീറോയ്ക്ക് സാരി എടുപ്പിച്ചായിരുന്നു. ശരി ഓക്കെ അങ്ങനെ ഹീറോയ്ക്ക് ഒട്ട് അത് ഇതിലൊക്കെ ആയിരുന്നു. വെളിയിൽ പോവാം എന്ന് പറഞ്ഞായിരുന്നു. മാമ അവർ എണിച്ച് വരുമെന്ന് പറഞ്ഞ ഹീറോയിൻ വെളിയിൽ പോയത്. അവറും വന്നു. അപ്പോൾ ഇത് ആറാം വായി വളർന്ന് നോക്കായിരുന്നു. ആറാം എല്ലാം നോക്കായിരുന്നു ഹീറോയിൻ. അവരെല്ലാം എണിച്ച് ആറാം നോക്കി ജിന്ന് പറയുന്നത് നീ ഉറങ്ങനാട്ടിങ്ങാക്കണ്ട വാ എണിച്ചിരുന്നു. ശരി ഓക്കെ എന്ന് അങ്ങനെ ആറാം എണിച്ച് കുളിച്ച് ബ്രഷായി ബാക്കി അമ്പസിനെ എനിക്കാണ് എണിടാന്ന് പറയുന്നത്. എന്ത് ഷുഗർ എനിപ്പിക്കാനോ ഷുഗർ എനിക്കില്ല എന്താണ് ആറാം നോക്കി മുറക്കായിരുന്നു. അയ്യോ ഈ ചേട്ടൻ നീ മുറയ്ക്കണേ എടാ ഇനി ലേറ്റായി അങ്ങനെയാ പോയി എന്ന് പറഞ്ഞു. ശരി ഓക്കെ ഞാൻ കുളിച്ച് ബ്രഷ് ചെയ്ത് വരാം. അങ്ങനെ ഓരോ നാൾ കുളിച്ച് വെളിയിൽ വന്നത് ഹീറോയെ കുക്ക് ചെയ്യാനും കഴിഞ്ഞില്ലായിരുന്നു. ഹീറോയ്ക്ക് ടയർഡായിരുന്നു. ഹീറോയുടെ അമ്മ പറയുന്നത് ഇപ്പോൾ വേണ്ടടി കുക്കിംഗ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞായിട്ട് അങ്ങനെ കൊറിയയൊക്കെ വന്നായിരുന്നു. അങ്ങനെ കൊറിയനിൽ മാരേജും നടന്നു. അതെല്ലാം വെച്ചായിരുന്നു. ഇതായി പറയുന്നത് എനിക്ക് ടയർഡാന്ന് മമ്മ എന്ന് പറയാം. ഇവരെയൊക്കെ മുറക്കായിരുന്നു. ഈ മമ്മ എന്നെ മുറയ്ക്കുന്ന ഒന്നുമില്ല നീ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ അവർ 7 പേർ വെളിയിൽ വന്ന് ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങാൻ 7 പേർ വെളിയിൽ വന്നു. എന്ത് പറ്റിയിടാ എല്ലാ പ്രശ്നവും സോൾവ് ആയി. അത് മാത്രമല്ല പിന്നെ ആയിട്ട് ആറാം പറയാൻ തുടങ്ങി നമ്മൾക്ക് ഇവൾ വരും കാരണത്തിൽ പിന്നെ ഒരു ഗേൾ ഉണ്ടായിരുന്നു സ്റ്റെല്ല പറഞ്ഞ ആ പെണ്ണ് പറഞ്ഞ ആറമ്മിനെ 7 പേരോ സൈറ്റ് അടിക്കുക അവർ കൊടുക്കും പ്രപ്പോസ് ചെയ്യുക ഇത് ടച്ചിങ് സംസാരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഓഫീസിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആറമ്മക്ക് ഓൾറെഡി ആ പെണ്ണിന് മേലെ ഡൗട്ടുണ്ട്. ആ പെണ്ണും അങ്ങനെ ചെയ്തിരുന്നു. സാർ സ്റ്റെല്ല ഞാൻ കണ്ടുപിടിച്ചത് എതിർ കമ്പനീൻ്റെ സിഒൻ്റെ മോളാണ്. എന്നെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു. സ്റ്റെല്ലക്ക് ഒരു ആപ്പ് വെച്ചു അതേ ക്ലബ്ബൊക്കെ വരുന്നത് അവർ ക്ലബ്ബൊക്കെ പോയി മര ആക്ടിങ് ചെയ്ത് ഹീറോയിനോട് പറഞ്ഞു എനിക്ക് പാർട്ടി ഉണ്ട്. ഹീറോ ഇപ്പോൾ ക്ലബ്ബ് പോയി അവൾ പ്ലാൻ ചെയ്തത് കാര്യം അറിയും. അങ്ങനെ സ്റ്റെല്ല വന്നായിരുന്നു. സ്റ്റെല്ല പറഞ്ഞാൽ അവരുടെ കൂടെ ക്ലോസ് ആയിക്കോണമെന്ന് പറഞ്ഞ് ഒരു വലിയ റൂം ബുക്ക് ചെയ്തത്. സ്റ്റെല്ല കുടിക്കുന്നില്ല. ഇരിക്കണം പറഞ്ഞിട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകുന്ന മുമ്പ് എല്ലാം നടന്നായിരുന്നു. ആ പെണ്ണൊക്കെ എല്ലാം നടന്നായിരുന്നു. അങ്ങനെയായിട്ട് പെണ്ണൊക്കെ ഡേയ്സ് പോകുമ്പോൾ ഇങ്ങനെ പെണ്ണിട്ടാണ് കാര്യം. ആ പെണ്ണ് അബോർട്ട് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ എനിക്ക് കളിച്ചാൻ പറഞ്ഞു. അതുകൊണ്ട് അവൻ പെണ്ണിൻ്റെ കൂടെ റൂമിൽ ക്ലോസ് ആയി. നിറയെ റിപ്പോർട്ട് അവർ ആറുമുക്ക് വന്നായിരുന്നു. ആറുമില്ല ആ പെണ്ണിൻ്റെ അച്ഛൻ ഭയങ്കര ആക്ടിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോളെ കൂടെ അവർ ഉണ്ടായിരുന്നു. എനിക്ക് ന്യൂസ് വന്നത് ആ പെണ്ണിൻ്റെ അച്ഛൻ ഭയങ്കര കരിന നാട്ടകാക്കാൻ തുടങ്ങിയായിരുന്നു. എൻ്റെ മോൾ അവർ മാരേജ് കഴിക്കണം ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ആ വാതിൽ പോലീസ് തച്ച് പൊളിച്ച് റൂമിനകത്ത് പറയുമ്പോൾ ഒരു ആറമാണ് ഇത് ജിന്നാണ് 7 പേരുണ്ട് എന്ന് പറയായിരുന്നു. അവിടെ നോക്കുമ്പോൾ ആ പെണ്ണിൽ കൂടെ നിറയെ ബോയ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ബോയ് ഫ്രണ്ട് വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. ബോയ് ഫ്രണ്ട് പറഞ്ഞാൽ ശരി ഇവളെ കൂടെ ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് പോയായിരുന്നു.
അവളെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് ആൾക്ക് പോയിരുന്നു. അവരുടെ കൂടെ അവിടെ നോ ഹാൻസം ആയിട്ട് ബോയ്സ് 7 ബോയ്സ് ഉണ്ടായിരുന്നു. ആ ബോയ്സ് കൂടെ ഉണ്ടായിരുന്നു. ആ ബോയ്സ് മാസ്ക് ഇട്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും അറിയില്ല. ആ പെണ്ണ് കൂടെ ക്ലോസ് ആയിരുന്നു. ആ പെണ്ണ് ഭയങ്കര ആക്ടിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ആരിപ്പം നോക്കുമ്പോൾ അവർ മാസ്ക് ഊറിയായിരുന്നു. മാസ്ക് ഊറി നോക്കുമ്പോൾ അത് ആ ക്ലബിലുള്ള ക്ലബ് ബോയ്സാണ് കണ്ട് ബാക്കൗട്ട് ഷോക്കായിരുന്നു. ഹായ് ബേബി എന്ന് പറഞ്ഞവർ ഇതാക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പം അവിടെ ന്യൂസ് റിപ്പോർട്ടർ അവർ അയ്യച്ചി ഇവളെന്താ ചെയ്യുന്നത്, അതെ ക്ലബ് ബോയ്സാണ്. അതുകൊണ്ട് ആ പെണ്ണുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അയ്യോ അച്ഛാ അത് അങ്ങനെയായിട്ട് ക്ലബ് ബോയ്സായിരുന്നു, ക്ലബിലുള്ള ബോയ്സ്. അതുകൊണ്ട് അച്ഛനൊക്കെ നാണം കേടായിരുന്നു. അങ്ങനെ കൊണ്ടമ്മേളെന്ന് പറഞ്ഞ ഇതായി. അതുകൊണ്ട് അച്ഛനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞു അതാണോന്ന്. പിന്നെ ആ ചക്ക പറയായിരുന്നു, സാർ ഇവള് പറഞ്ഞു കേട്ടോ, ആ ബോയ്സല്ലേ പറയുന്നത്, ഇവള് ഞങ്ങളെ കൂടെ റൂമിൽ വന്നിരുന്നു. എന്തെല്ലാം ഇവൾ 5 നാളും ഒരു നാളെ പേര് പറഞ്ഞു ഞങ്ങളെ കൂടെ ക്ലോസ് ആയെന്ന് പറയായിരുന്നു. അത് മാത്രമല്ല ബോസ്, അങ്ങനെയായിട്ട് അതിലൊരു ബോയ് പറയാൻ തുടങ്ങി, ഇവള് കുടിക്കുന്ന ഡ്രിങ്ക് പറഞ്ഞാൽ അവൾക്ക് കൊടുത്തതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആറും പറയാൻ തുടങ്ങി. അതെ ഇങ്ങനെ ഇവൾ എന്തെല്ലാം ചെയ്യുമ്പോൾ ന്യൂസ് അതെല്ലാം കൊടുത്തു. അപ്പോൾ എൻ്റെ അച്ഛനെ പിടിച്ച് ജയിലിലിട്ടായിരുന്നു. ഹീറോയ്ക്ക് ഈ ന്യൂസ് കാര്യം അറിയില്ല, റിലീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മൊത്തം അപ്പേണ് ക്ലോസ് ആയിരുന്നു. ഇങ്ങനെ ഡേറ്റ്സ് പോകാനാണ് ഹീറോമാരെ ക്ലോസ് ആയിട്ട് ഹീറോയ്ക്ക് മനസ്സിലായി ഇവർക്ക് എന്നെ പിടിക്കുക. ഹീറോയ്ക്ക് അവർ മേലെ ഫീലിങ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല മാമ എന്ന് പറഞ്ഞാൽ ക്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് നല്ല ക്യൂട്ടായി 8 വിജയിച്ചാണ് 7 ബോയ് ഒരു ക്യൂട്ട് ഗേളാണ് ഹീറോയിമാർ. ക്യൂട്ടായിട്ട് ഗേളാണ് ഹീറോയി പറയുന്നത്. 4 പേര് ഹീറോയി മുറയ്ക്കായിരുന്നു. 4 പേരെ നോക്കി മുറയ്ക്കായിരുന്നു. 4 പേര്, അതെ, ഹീറോയിൻ്റെ മമ്മിയും ഹീറോയിൻ്റെ മമ്മീസ്, അങ്ങനെ ഡാഡി മമ്മി 4 പേരെ മുറയ്ക്കാണ്. അമ്മ അച്ഛാ ഇവിടെ നോക്ക്, ഞാൻ എന്ത് പറഞ്ഞു കേൾക്കാൻ, ഞാൻ വീട്ടിലൊക്കെ വരായിരുന്നു. ഹീറോയി വാക്ക് പറയായിരുന്നു. അതെ എന്ത് പറ്റിയെന്ന് പറഞ്ഞായിരുന്നു. 6 നോക്കി മുറിക്കായിരുന്നു, ജിന്നി നോക്കി മുറിക്കായിരുന്നു. എന്ത് 7 പേരെ കൂടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. റൂമർ പറഞ്ഞാൽ ആ പെണ്ണ് വേണമെന്നും കൊടുക്കായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു